ഹായ് everyone, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഇഡ്ഡലി പാത്രമോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടൊന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് അതേ ഷേപ്പിൽ ഇഡ്ഡലി വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ആർക്കും ചെയ്യാവുന്ന ഈസി ട്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി മാവ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൂ പോലുള്ള ഇഡ്ഡലി തയ്യാറാക്കുന്നതെന്നുള്ളതും ഇഡ്ഡലിയും ദോശയും തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 12 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ പൊങ്ങി വന്നിട്ടുള്ള മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടത് ചിരട്ടയാണ്. അപ്പം ചിരട്ട എല്ലാവർക്കും കിട്ടുന്ന ഒന്ന് തന്നെയാണല്ലോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല മിനുസപ്പെടുത്തിയിട്ടുള്ള ചിരട്ടയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് സ്ഥിരമായിട്ട് വീട്ടിൽ ഇത് യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ ഉമ്മ കാലങ്ങളായിട്ട് ഇഡ്ഡലി ഇങ്ങനെയാണ് റെഡിയാക്കി എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഉമ്മൻ്റെ കയ്യിലുള്ള ഇഡ്ഡലി തട്ട് എന്ന് പറയുന്നത് അധികം കുഴിവില്ലാത്ത ഇഡ്ഡലി തട്ടാണ്. അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉമ്മ അത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഒരു 1.5 വർഷം മുമ്പ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ മിനുസപ്പെടുത്തിയ ചിരട്ട തന്നെ വേണമെന്നില്ല, സാധാരണ ചിരട്ടയെ എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ഒരു ചിരട്ട അതുപോലുള്ള എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ബട്ടറാണ്. അപ്പോൾ ഈ ഒരു ചിരട്ട എല്ലാം ഒന്ന് നനച്ചെടുത്തിട്ടുള്ളതാണ്, ഒന്ന് കഴുകിയെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം ഒന്ന് തുടച്ച് റെഡിയാക്കിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ നെയ്യായിരുന്നാലും മതി കേട്ടോ. അപ്പോൾ ഇതൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാതെ ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കരുത്, കാരണം മോൾഡിൽ നിന്ന് വിട്ട് കിട്ടില്ല. സാധാരണ നമ്മൾ ഇഡ്ഡലി തട്ടിലേക്കൊക്കെ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് തന്നെയാണല്ലോ മാവ് ഒഴിക്കാറുള്ളത്. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ സാധാരണ ചിരട്ടയിലേക്ക് നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ബട്ടർ എന്ന് പറയുന്നത്. ഇഡ്ഡലി തട്ട് ഇല്ലാത്തവർക്ക് മാത്രമല്ല, അധികം കുഴിവില്ലാത്ത ഇഡ്ഡലി തട്ടുള്ള ചിലരുണ്ടാവും. അപ്പോൾ ആ ഇഡ്ഡലി കാണാൻ അധികം ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിക്കുന്ന അത്രയും മാവ് ഇതിലേക്ക് ഒഴിക്കുന്നുള്ളൂ. ഒരു തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചധികം കൂടെ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബണ്ണ് പോലെയുള്ള ഇഡ്ഡലി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ അങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചധികം സമയം കുക്ക് ചെയ്യാനായിട്ട് വെക്കേണ്ടി വരും, കാരണം അതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഒരു തവി മാവ് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മിനുസപ്പെടുത്തിയിട്ടുള്ള സ്ഥിരമായിട്ട് ഇതിന് യൂസ് ചെയ്യുന്ന ആ ചിരട്ടയിലേക്കും ഇതാ സാധാരണ ചിരട്ടയിലേക്കും ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റീമറിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഈ ഒരു തട്ടിലേക്ക് വെച്ച് കൊടുക്കുക. അതിലിപ്പോൾ 4 എണ്ണമാണ് കൊള്ളുന്നത് ഈ ഒരു തട്ടിൽ. ഇനി ബാക്കി 2 എണ്ണം നമുക്ക് വേറെ തട്ടിലേക്കും വെക്കാം. അപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് സ്റ്റീം ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു തട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി മൂടി വെച്ച് കഴിഞ്ഞ് സാധാരണ നമ്മൾ ഇഡ്ഡലി എത്ര സമയമാണോ കുക്ക് ചെയ്തെടുക്കുന്നത് അത്രയും ടൈം മതിയിട്ട് അത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇതിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുക്കുക. അതിപ്പോൾ നമ്മളിത് ആയിട്ടുണ്ട്. നമ്മൾ കുത്തി നോക്കുമ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എപ്പോഴും ഈ ഒരു മോൾഡ് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രം വേണം ഇതിൽ നിന്ന് അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിപ്പോൾ സാധാരണ നമ്മൾ ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് ശേഷം എടുക്കുമ്പോഴാണ് നമുക്ക് നല്ല വൃത്തിക്ക് ഇഡ്ഡലി കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ വക്കൊന്നൊരു സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് കമഴ്ത്തി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ഈ ഒരു ഇഡ്ഡലി കിട്ടും. അപ്പോൾ അത്രയും സിമ്പിളായിട്ടാണ് നമുക്ക് ഇഡ്ഡലി ഇതിൽ നിന്ന് വിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ സാധാരണ നമ്മളുടെ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ച് മാവ് ഒഴിച്ച് നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത ഇഡ്ഡലി പോലെ തന്നെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്ലേറ്റിൽ വെച്ച് ഇഡ്ഡലിയൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ ഇഡ്ഡലി തട്ടിൽ ചുട്ടെടുത്തിട്ടുള്ളതാണെന്നേ വിചാരിക്കുള്ളൂ. അപ്പോൾ അത്രയും പെർഫെക്ഷനിൽ നമുക്ക് ഇഡ്ഡലി കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നല്ല ബണ്ണ് പോലുള്ള നല്ല പൊങ്ങി നിൽക്കുന്ന ഇഡ്ഡലി വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് അധികം മാവ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ചിരട്ടയിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും ഇതുപോലെ തന്നെ വക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിടുവിച്ച് കൊടുത്തിട്ട് ഒന്ന് കയ്യിലേക്ക് കമഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാ സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ മിനുസപ്പെടുത്തിയ ചിരട്ട തന്നെ വേണമെന്നില്ല. ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് അതിനായിട്ട് ഇങ്ങനെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചോട്ടോ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഒരു ഈസി ആയിരിക്കും. അപ്പോൾ ഇഡ്ഡലി മോൾഡ് ഇല്ലാത്തവരും അതുപോലെ തന്നെ അധികം കുഴിവില്ലാത്ത ഇഡ്ഡലി തട്ടുള്ളവരൊന്നും വിഷമിക്കേണ്ട, ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.